വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രാവിറ്റേഷന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിരുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് എർത്ത്, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞത്. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. ഇനി നമുക്ക് അടുത്ത ടേം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി അറിയാമല്ലോ, ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. ഒരാൾ ചോദിക്കുകയാണ് ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഞാൻ പറഞ്ഞു ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. അപ്പൊ അയാൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? പൊട്ടൻഷ്യലിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന് വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി. Gravitational potential at this point is the work done to bring a unit mass from infinity to this point. Infinity എന്നും ഒരു യൂണിറ്റ് മാസിനെ പിടിച്ച് ഇവിടം വരെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ. വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ്. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെ അവന്റെ യൂണിറ്റ് എന്തായിരിക്കണം? ജൂൾസ് പെർ കിലോഗ്രാം. ഡയമെൻഷൻ എന്തായിരിക്കണം? വർക്കിന്റെ ഡയമെൻഷൻ ml² t⁻⁻² ഡിവൈഡഡ് ബൈ m. m ക്യാൻസൽ ആയി. Therefore ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് l² t⁻², and it is a scalar quantity. അതെന്താ സാറേ സ്കലാർ എന്ന് പറയാൻ കാരണം? വർക്ക് ഡൺ. വർക്ക് ഡൺ ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. Therefore ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. അത് വർക്ക് എനർജി പവർ ആൻഡ് കോൺസ്റ്റന്റ് നമ്മൾ പഠിക്കുന്നതാണ്. വർക്ക് ഡൺ ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. Therefore ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. ആദ്യമേ ഡെഫിനിഷൻ പറയാം. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഡെഫിനിഷൻ ആദ്യമേ മറന്നു പോകാതെ പഠിച്ചിരിക്കുക. ഫോഴ്സ് പെർ യൂണിറ്റ് മാസ് മതി. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ്. ഫോഴ്സ് പെർ യൂണിറ്റ് മാസ് ആൻഡ് വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. എവിടെ നിന്നാണോ അവിടെ നിന്ന് ആ പോയിന്റിലേക്ക്, ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ. നമുക്കൊരു അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കാം. ഓർക്കുക ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്ര? ഞാൻ പറയുന്നത് കൺസിഡർ എ ബോഡി ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r. ഇവന്റെ റേഡിയസ് r ആണ്. ഇതിന് ചുറ്റും എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും. ഒരാൾ ചോദിക്കുകയാണ് ഇവിടെ നിന്നും r ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്രയാണ്? P എന്ന് പറയുന്ന പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്രയാണ്? സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലത്തിൽ. What is the gravitational potential at a distance r from the small r from the center? സെന്ററിൽ നിന്നും ഇത് റേഡിയസ് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഇത്രയും. ഇവിടെ നിന്നും ഇവിടെ ഉണ്ടാകുന്ന ഈ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്ര? അപ്പൊ നമ്മളോട് ഞാൻ അത് ഡെഫിനിഷൻ നമ്മൾ നോക്കി. എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ്. അപ്പൊ ഞാൻ നേരെ ഇൻഫിനിറ്റിയിൽ പോയി. ശ്രദ്ധിച്ചോണം നല്ലോണം. ഇൻഫിനിറ്റിയിൽ നിന്നും ഞാനൊരു യൂണിറ്റ് മാസിനെ എടുത്തിട്ട് ആ യൂണിറ്റ് മാസിനെ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇവിടം വരെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. വർക്ക് ഡൺ ടു ബ്രിങ് ദാറ്റ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. ഈ പോയിന്റ് വരെ കൊണ്ടുവരണം. അപ്പോഴാണ് പ്രശ്നം. ഈ മാസ് അടുത്തേക്ക് വരുംതോറും ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അട്രാക്റ്റീവ്. ഈ മാസ് ആ മാസിനെ അട്രാക്റ്റ് ആണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മാസിന്റെ അടുത്തേക്ക് ഇൻഫിനിറ്റി കൊണ്ടുവരുന്ന ഫോഴ്സ് കൂടി വരും. ഫോഴ്സ് കൂടുമ്പോൾ എന്തും കൂടും. വർക്ക് ഡൺ ഈസ് ആൾസോ ഇൻക്രീസസ്. As the unit mass is moving from infinity towards this mass, distance change ചെയ്യുന്നു, ഫോഴ്സ് കൂടുന്നു. ഫോഴ്സ് കൂടുമ്പോൾ വർക്ക് ഡൺ ചെയ്യും. വർക്ക് ഡൺ ഈസ് ഹിയർ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്.
വർക്ക് ഡൺ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ചെറിയൊരു വർക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ചെറിയൊരു വർക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അതിന് പറയുകയാണ്, സപ്പോസ് ഈ യൂണിറ്റ് മാസ് ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. സപ്പോസ് ദാറ്റ് യൂണിറ്റ് മാസ് ഈസ് ഹിയർ വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്. ഞാൻ ഇതിനെ ആറെന്നെടുക്കുകയാണ്, ഇതിനെ ആറെന്നെടുക്കുന്നു. ആ യൂണിറ്റ് മാസ് ഇവിടെ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണെന്ന് കരുതുക. ശ്രദ്ധിച്ചോണം നന്നായിട്ട്. വെൻ ദിസ്, അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ യൂണിറ്റ് മാസ് ഇങ്ങനെ വരുന്ന വഴിയിൽ ഇവിടെ എത്തിയെന്ന് കരുതുക. ഇപ്പോൾ ഇവന് കിട്ടുന്ന ഇവന് കൊടുക്കുന്ന ഫോഴ്സ് എത്ര? എഫ് ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ. അപ്പൊ ഈ മാസ് ഇവനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഒരു അല്പം മൂവ് ചെയ്യിക്കണം, ഡി എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കണം ഇങ്ങോട്ട്. ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, മൂവ് ചെയ്യിക്കുന്നത് ഇങ്ങോട്ടേക്ക്. What is the work done? dw is equal to f into dx. That is equal to gm divided by x square into dx. ഇന്റഗ്രേഷൻ ഒക്കെ മനസ്സിലാക്കണേ. ഇന്റഗ്രേഷൻ ഒക്കെ അറിയാമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റഗ്രേഷൻ ഒക്കെ അറിഞ്ഞൂടാത്തവർ അവിടെ പോയി നോക്കിക്കോണം. അപ്പോൾ ഈ യൂണിറ്റ് മാസ് ഇവിടെ ഇരിക്കുമ്പോൾ ഈ മാസ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് ജി എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ആ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. എനിക്ക് ഇവനെ അല്പം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കണം. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കാൻ ഞാൻ ചെയ്ത വർക്ക് ഡൺ ഇതാണ്. അപ്പോഴാണ് അടുത്ത ആൾ ചോദിക്കുക, അപ്പൊ സാർ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള കൊച്ചു 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 വർക്കുകൾ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടി സം ചെയ്യുക. ചെറിയ ചെറിയ വർക്ക് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടി, ഇതൊരു ചെറിയ വർക്കാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടി സം ചെയ്യുക. അപ്പൊ ശരിക്കും സം ചെയ്യുന്നതിന് പകരമല്ലേ സാർ ഇന്റഗ്രേഷൻ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ to bring that unit mass is equal to integral dw from infinity മുതൽ r വരെ. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും r ഡിസ്റ്റൻസ് വരെ. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും r ഡിസ്റ്റൻസ് വരെ. p വരെ എന്ന് എഴുതി കളഞ്ഞേക്കുന്നത് r ഡിസ്റ്റൻസ് വരെ. ഞാൻ dwന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു r gm ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു dx. ഇന്റഗ്രേഷൻ അറിയാത്തവർ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇന്റഗ്രേഷൻ അറിയാത്തവർ, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബേസിക്സ് ഇൻ ഫിസിക്സിനകത്ത്. അത് പോയി പഠിച്ചിട്ട് വന്ന് ഇത് ചെയ്യാവുന്നു. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എല്ലാം നമ്മൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ജി എമ്മിനെ ഞാൻ പുറത്തെടുത്തു. ഇൻറ്റു ഇന്റഗ്രൽ എക്സ് സ്ക്വയറിനെ മേൽ കൊണ്ടുപോകുമ്പോൾ എക്സ് റൈസ് ടു -2 dx ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്താണ്? അതിന്റെ ആൻസർ അറിഞ്ഞിരിക്കണം. ജി എം ഇൻറ്റു എക്സ് റൈസ് ടു -1 ഡിവൈഡഡ് ബൈ -1 ഫ്രം വെയർ ടു വെയർ? ഇൻഫിനിറ്റി മുതൽ ആർ വരെ. മൈനസിനെ പുറത്തെടുത്തപ്പോൾ -gm ഇൻറ്റു എക്സ് റൈസ് ടു -1 മീൻസ് 1 ബൈ എക്സ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ആദ്യമേ എക്സിന്റെ സ്ഥാനത്ത് ആർ കൊടുക്കുക. ദാറ്റ് ഈസ് -gma ഇൻറ്റു 1 by r മൈനസ് എക്സിന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുക്കുക. 1 by ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ അത് 0 ആയി. therefore ആൻസർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു -gm by r. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതെന്തിന്റെ? വർക്ക് ഡൺ ടു ബ്രിങ് ദിസ് യൂണിറ്റ് മാസ്. അതിനെയല്ലേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. therefore ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ V is equal to -gm divided by r. This is the answer. ഇതിന്റെ ഡെറിവേഷൻ പറ്റുന്നവരെല്ലാം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് പഠിച്ചു വയ്ക്കുക. കാരണം ഈ റിസൾട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള 1-2 കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഡെഫിനിഷൻ പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ എല്ലാം ഓർക്കുക. ഈ ഒരു 1 എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ എല്ലാം ഉണ്ടെന്നുള്ളത് ഓർത്തോളൂ. ജി എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ആർ. ആ 1 ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയിൽ വെച്ച് കളഞ്ഞു. ആക്ച്വലി ജി ഇൻറ്റു എം ഇൻറ്റു 1 കിലോഗ്രാമിനെ കൊണ്ടുവരാൻ ചെയ്ത മാസാണ് -gm ഇൻറ്റു 1 ബൈ ആർ. 1 കിലോഗ്രാം ആയതുകൊണ്ട് അത്. അപ്പൊ 1 കിലോഗ്രാം അല്ലായിരുന്നെങ്കിലോ? 2 കിലോഗ്രാം ആയിരുന്നെങ്കിലോ? ഇവിടെ 2 വരും. 3 കിലോഗ്രാം ആയിരുന്നെങ്കിലോ? 3 വരും. m കിലോഗ്രാം ആയിരുന്നെങ്കിലോ? ഇവിടെ ഒരു m വരും.
നമുക്ക് അടുത്ത ആൻസർ ഇത് വേണം. അതുകൊണ്ടാണ് ഞാനതൊന്ന് ജസ്റ്റ് പറഞ്ഞു വിട്ടു എന്ന് മാത്രം. -gm/r അവിടെ ഒരു 1 മുകളിലുണ്ട്. അത് 1 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാമിന് വില m കിലോഗ്രാം ആണെങ്കിൽ gmm/r എന്ന് വരും. ഞാൻ പറയാം, നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഡെറിവേഷൻ ഞാൻ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ പഠിക്കണമെന്ന്, പക്ഷെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയുകയാണ്. ഞാൻ ആ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. എം എന്ന് പറയുന്ന മാസുള്ള ഒരു ബോഡിയുടെ ഇവിടെ നിന്നും സെന്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇവിടത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? gm/r². ഇവിടത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്ര? -gm/r. ഇത് രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ജി എന്ന് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് എഴുതിയാലും മതി. I is equal to gm/r². and gravitational potential is equal to -gm/r. ഇതെന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് 1 കിലോഗ്രാം മാസിനെ കൊണ്ടുവരാൻ ചെയ്ത വർക്കാണ്. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്തൊരു ടേം നമ്മൾ തുടങ്ങാൻ പോവുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ നമ്മൾ എഴുതിയ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എഴുതിയത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. m1 എന്ന് പറയുന്ന ഒരു മാസ്, m2 എന്ന് പറയുന്ന ഒരു മാസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എത്ര? ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവർ രണ്ടുപേരും m1 ഇവിടെ ഇരിക്കുന്നു, m2 ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്നു. ആ ഇൻഫിനിറ്റ് സെപ്പറേഷനിൽ ഇരുന്ന m2നെ അവിടെ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ സിസ്റ്റം കിട്ടും. ഇൻഫിനിറ്റിയിൽ ഇരുന്ന m2നെ അവിടെ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ m1 m2 ആ ഡിസ്റ്റൻസ് അടുത്ത് കിട്ടും. അങ്ങനെ ഇൻഫിനിറ്റ് സെപ്പറേഷനിൽ ഇവരെ ആ ഡിസ്റ്റൻസിൽ കൊണ്ടുവരാൻ ചെയ്ത വർക്കിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദീസ് ടു മാസസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ, ശ്രദ്ധിച്ചോണം, നന്നായിട്ട് മനസ്സിലാക്കണം. Potential energy of these two masses is the work done to constitute this system from their infinite separation. Infinite separation in അവർ രണ്ടുപേരെയും പ്രസന്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കാൻ ചെയ്ത വർക്ക് ഡൺ എത്രയാണോ ദാറ്റ് ഈസ് കാൾഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ചോദിക്കും, 1 കിലോഗ്രാമിനെ കൊണ്ടുവരാൻ ഇവിടെ ചെയ്യുന്ന വർക്ക് എത്രയാ സാറേ? ഞാൻ പറഞ്ഞു -gm1 into -gm1 × 1/r. ശരി തന്നെ? ഇവിടെ നിന്ന് 1 കിലോ -gm/r. ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ആയിരിക്കുന്നു m1, ഡിസ്റ്റൻസ് r. ഇത് 1 കിലോഗ്രാം. അപ്പൊ -gm1. അപ്പൊ ഇത് ഈ 1 കിലോഗ്രാമിന് വരെ m2നെ കൊണ്ടുവരണമെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? gm1 m2/r. ഈ ആൻസർ പഠിച്ചു വയ്ക്കുക. അതിന്റെ ഡെഫിനിഷനും പഠിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്ന് ചോദിച്ചാൽ, when two masses m1 and m2 separated by a distance r, what is the gravitational potential energy of these two masses എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് it is the work done to constitute this system from their infinite separation. Infinite separation ഇടുന്ന ഇവർ രണ്ടുപേരെയും ആ ഡിസ്റ്റൻസ് അകലത്തിൽ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ഡൺ, that work done or potential energy U is equal to -gm1 m2/r. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്ത് ഈ മൈനസ് സൈൻ പറയുന്നത്? ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി. എന്നാൽ റിപ്പൽ ചെയ്യുകയായിരുന്നെങ്കിൽ അവിടെ എനർജി എന്ത് വന്നേനെ? പോസിറ്റീവ് എനർജി വന്നേനെ. അപ്പൊ ഹിയർ ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ എനർജി പൊസസ്ഡ് ഡ്യൂ ടു അട്രാക്റ്റീവ് ഫോഴ്സ്. രണ്ടുപേര് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അവർ തമ്മിലുള്ള എനർജി
നെഗറ്റീവ് ആയിരിക്കും. രണ്ടുപേരും റിപ്പൽ ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ള എനർജി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ചോദിക്കും ശരി ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഇതാണ്. 3 മാസം ഉണ്ടായിരുന്നെങ്കിലോ M1, M2 ആൻഡ് M3 ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും സാർ? അപ്പൊ ഞാൻ പറയുന്ന അർത്ഥം എന്താണെന്നറിയാമോ? ഇവര് 3 പേരും ഇൻഫിനിറ്റി ഇരിക്കുകയായിരുന്നു. ആ ഇൻഫിനിറ്റി ഇരുന്ന 3 പേരെയും പിടിച്ച് ഇവിടെയും കൊണ്ടുവന്നേക്ക് ചെയ്യുന്ന വർക്കുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ R12 എന്ന് എടുക്കുന്നു, ഈ ഡിസ്റ്റൻസിനെ R13 എന്ന് എടുക്കുന്നു, ഈ ഡിസ്റ്റൻസിനെ R23 എന്ന് എടുക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദീസ് 3 ചാർജസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് സിസ്റ്റം ഓഫ് ചാർജസ് ഫ്രം ദെയർ ഇൻഫിനിറ്റ് സെപ്പറേഷൻ. ഇൻഫിനിറ്റ് സെപ്പറേഷൻ ഇരുന്ന് അവരെ പ്രസന്റ് പൊസിഷനിൽ കൊണ്ടുവരാൻ ചെയ്ത വർക്ക്. അതെത്രയാ സാർ? പറയാം. U is equal to ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി -G M1 M2 ഡിവൈഡഡ് ബൈ R12 പ്ലസ് ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി -G M1 M3 ഡിവൈഡഡ് ബൈ R13 ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് -G M2 M3 ഡിവൈഡഡ് ബൈ R23. This is the total potential energy. ഇവര് തമ്മിൽ ഇത് പഠിച്ചു വയ്ക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറന്നു കളയരുത്. പൊട്ടൻഷ്യൽ, കാരണം നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുന്നത് ഇത് വെച്ചുകൊണ്ടാണ്. പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 particles separated by a distance R is equal to -G M1 M2 divided by R. This is the equation for the potential energy between 2 masses separated by a distance R. U is equal to -G M1 M2 divided by R. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് ഇതിനകത്ത് ഒരു 3 കാര്യങ്ങൾ പഠിക്കുന്നതോടെ ഈ ചാപ്റ്റർ തീരും. ഒന്ന് ഓർബിറ്റൽ വെലോസിറ്റി, രണ്ടാമത്തെ എസ്കേപ്പ് വെലോസിറ്റി, പിന്നെ സാറ്റലൈറ്റ്സ്, കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷൻ, അങ്ങനെ 2-3 കാര്യങ്ങൾ. അപ്പൊ നമുക്കിനി മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്, എസ്കേപ്പ് വെലോസിറ്റി എന്താണ്, മൂന്നാമത്തെ കാര്യം കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആൻഡ് സാറ്റലൈറ്റ്സ്. അത് നമുക്ക് പറയാം. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ മാസ് എത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 മാസസ് എത്രയാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇനി പഠിക്കുന്ന വളരെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ അതിന് മുമ്പുള്ളത് അല്ല എന്നല്ല എൻ്റെ അർത്ഥം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് ഓർബിറ്റൽ വെലോസിറ്റി. സാധാരണ VO എന്നാണ് എഴുതുക. ഓർബിറ്റൽ, O മീൻസ് ഓർബിറ്റൽ വെലോസിറ്റി, VO. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? ഒരു ഓർബിറ്റിലൂടെ ഒരു ആൾ കറങ്ങുമ്പോൾ അയാളുടെ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ സർക്കുലാർ ഓർബിറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ എന്തോ ആയിക്കോട്ടെ, ഒരു ഓർബിറ്റിലൂടെ കറങ്ങുമ്പോഴുണ്ടാകുന്ന വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. നമുക്ക് എവിടെയൊക്കെ അറിയാം ഓർബിറ്റൽ മോഷൻ? നമുക്കറിയാവുന്ന സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ ഓർബിറ്റിലൂടെ കറങ്ങുന്നു. ഒന്ന്, എർത്തിന് ചുറ്റുമായിട്ട് സാറ്റലൈറ്റ് കറങ്ങുന്നു, മൂണും മറ്റ് സാറ്റലൈറ്റുകളും കറങ്ങുന്നു. പിന്നെ നമ്മളൊരിടത്ത് ഓർബിറ്റൽ മോഷൻ പഠിക്കുന്നുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഓർബിറ്റിലൂടെ കറങ്ങുന്നു. അതിവിടെ വിഷയമല്ല, അത് അവിടെ പഠിക്കാം. സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്ന സമയത്ത് അവിടെ പഠിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഓർബിറ്റൽ മോഷൻ എന്ന് പറയുന്ന ആരാണ്? സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ കറങ്ങുന്നു, അല്ലെങ്കിൽ എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് കറങ്ങുന്നു. അപ്പൊ ഞാനിവിടെ പറയാം, കൺസിഡർ എർത്ത് ആസ് എ പെർഫെക്റ്റ് സ്ഫിയർ ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r. നമ്മൾ എർത്തിന് ചുറ്റുമുള്ള കാര്യം എടുക്കുന്നു. ഇതിന് ചുറ്റുമായിട്ടൊരു സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സാറ്റലൈറ്റിന്റെ മാസ് മാളം, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് h ആണ്. അപ്പൊ എർത്താണിത്, ശ്രദ്ധിച്ചോണം. അപ്പൊ കൺസിഡർ എ സാറ്റലൈറ്റ് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ എർത്ത് ഇൻ എ സർക്കുലാർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r. ഈ സർക്കുലാർ ഓർബിറ്റിന്റെ റേഡിയസ് സ്മാൾ r ആണ്. അവിടെ സ്മാൾ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ R പ്ലസ് h ആണ്. ക്യാപിറ്റൽ R പ്ലസ് h, ആറും എച്ചും കൂടെ ചേരുമ്പോൾ സ്മാൾ r. ഈവൻ ഇതിന് ചുറ്റുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ്. അപ്പൊ വാട്ട് ഈസ് ഓർബിറ്റൽ വെലോസിറ്റി? ഇറ്റ് ഈസ് എ
velocity with which a satellite is revolving around the earth in a circular orbit. ഒരു സർക്കുലാർ ഓർബിറ്റിലൂടെ ഒരു സാറ്റലൈറ്റ് കറങ്ങുന്ന വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. നമ്മൾ ഈ സർക്കുലാർ മോഷൻ പഠിക്കുമ്പോൾ സർക്കുലാർ മോഷൻ പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫോർ എനി സർക്കുലാർ മോഷൻ ദർ ഈസ് എ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് റിക്വയർഡ്. ഏതൊരു പാർട്ടിക്കിളിന് സെൻട്രിപീറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ എന്താണ്? mv² ഡിവൈഡഡ് ബൈ r. mv²/r. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഏതൊരു പാർട്ടിക്കിളിന് കറങ്ങണമെങ്കിലും there should be a centripetal force is required. Centripetal force ഇല്ലെങ്കിൽ ഒരിക്കലും ആർക്കും കറങ്ങാൻ പറ്റില്ല. ഒരു സ്ട്രിങ്ങിനെ, ഒരു കല്ലെടുത്ത് നമ്മൾ ഇങ്ങനെ എറിയുന്നു, കല്ല് കിടന്ന് ഇങ്ങനെ ചുമ്മാ കറങ്ങുമോ? ഇല്ല. അവിടെ നമ്മൾ സ്ട്രിങ്ങിന്റെ എൻഡിൽ കണക്ട് ചെയ്തിട്ട് കറക്കും. അങ്ങനെ സ്ട്രിങ്ങിന്റെ എൻഡിൽ കണക്ട് ചെയ്ത് കറക്കുമ്പോൾ ഇവിടെ സ്ട്രിങ്ങിനകത്തുണ്ടാകുന്ന ടെൻഷൻ ആയിരിക്കും സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. mv²/r ഈസ് പ്രൊവൈഡഡ് ബൈ ടെൻഷൻ. അവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, എർത്തിന് ചുറ്റും ഇയാൾ കറങ്ങണമെങ്കിൽ ഇയാൾക്കും ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആര് പ്രൊവൈഡ് ചെയ്യും? എർത്തും ആ മാസുമായിട്ടുള്ള ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ദ നെസസറി സെൻട്രിപീറ്റൽ ഫോഴ്സ്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് എ സാറ്റലൈറ്റ് വിച്ച് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ എർത്ത് ഇൻ എ സർക്കുലാർ ഓർബിറ്റ്, ഫോർ ദാറ്റ് സർക്കുലാർ മോഷൻ there should be a centripetal force is required. That required centripetal force is provided by gravitational force, that is equal to G∠M divided by r². Gravitational force between these two masses is G(m1m2) divided by r². ഇവിടെ സാറ്റലൈറ്റിന്റെ മാസുമായിട്ട് അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഒരു ആറും കൂടി ക്യാൻസൽ. Therefore small v0 orbital v0² is equal to gm divided by small r. gmന് പകരം നമുക്ക് എന്തെഴുതാം? gr², that is gr² divided by small r, or orbital velocity v0 is equal to root of gr² divided by small r. This is the equation. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ ആണ് സാധനം. സെൻട്രിപീറ്റൽ ഫോഴ്സ് mv0²/r is provided by gravitational force of attraction between the earth and that satellite. സാറ്റലൈറ്റിന്റെ മാസുമായിട്ട് ക്യാൻസൽ ആയി. Therefore v0² is equal to gm/r is equal to gr²/r, or it is root of v0 is equal to root of gr² divided by small r. ഓർക്കേണ്ടുന്ന കാര്യം, ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റിവോൾവിംഗ് ബോഡി. കറങ്ങുന്ന ബോഡിയുടെ മാസുമായിട്ട് ഒരു ബന്ധവുമില്ല. ജി ആരുടെയാണ്? എർത്തിന്റെ. ക്യാപിറ്റൽ ആർ ആരുടെയാണ്? എർത്തിന്റെ റേഡിയസ്. സ്മാൾ ആർ എന്താണ്? ഈ ഡിസ്റ്റൻസ്. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിന്റെ മാസുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ, ഞാൻ ഒന്നുകൂടെ എഴുതുന്നു, gr² ഡിവൈഡഡ് ബൈ സ്മാൾ ആറിന് പകരം എന്തെഴുതാം? ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് ദ ഹോൾ റൂട്ട്. അപ്പൊ v0 is equal to root of gr² divided by small r, which is equal to root of gr² divided by r plus h. This is the equation. മനസ്സിലായോ? സിമ്പിൾ ആണ്, വെറും സിമ്പിൾ, 2 സ്റ്റെപ്പ്. പക്ഷെ ഇവിടെ അടുത്ത കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഈ സാറ്റലൈറ്റ് ഇത് എർത്തിന്റെ മാസ് m ആണ്, റേഡിയസ് r ആണ്. ഇയാൾ ഇങ്ങോട്ടേക്ക് അടുത്തുകൂടെ കറങ്ങുന്നു, വീണ്ടും കുറച്ചുകൂടി അടുത്തുകൂടെ കറങ്ങുന്നു. അങ്ങനെ കറങ്ങി ഏറ്റവും അവസാനം ഇതിലേ കൂടി കറങ്ങാൻ പറ്റും. ഇതിനേക്കാൾ ഇയാൾക്ക് അടുത്ത് വരാൻ പറ്റൂല. ഇത്രയും വരെ അടുത്ത് വരാം. അപ്പൊ ഇവിടെ ഇരുന്നപ്പോൾ വലിയ ഓർബിറ്റാണ്. ഓർബിറ്റ് ചുരുങ്ങി ഏറ്റവും ചെറിയ ഓർബിറ്റായി. ഈ ഓർബിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മിനിമം ഓർബിറ്റ്. മിനിമം ഓർബിറ്റിൽ എത്തുമ്പോൾ എന്ത് പറയാം നമുക്ക്? ഇഫ് h is equal to 0. ഇതല്ലേ h? ഇയാൾ ഇതിലേ കൂടി കറങ്ങുകയാണെങ്കിൽ അവിടെ h ഇല്ല. h 0 ആണെങ്കിൽ the satellite is very close to the surface of earth. അതാണ് നമ്മുടെ if the satellite
is very close to the surface of Earth. എർത്തിനോട് വളരെ അടുത്തൂടെ കറങ്ങുകയാണെങ്കിൽ then H is equal to 0. H is nearly equal to 0 ആണെങ്കിൽ നമ്മുടെ എന്ത് കിട്ടും? VO is equal to root of G R square divided by R plus H നകത്ത് H 0 ആയി കഴിഞ്ഞാൽ R എന്ന് കിട്ടും. അപ്പൊ മുകളിൽ ഒരു R സ്ക്വയറും താഴെ ഒരു R ഉം ആറും ആർ സ്ക്വയറും കൂടെ ക്യാൻസൽ ആവും. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ജി ആർ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മിനിമം ഓർബിറ്റിലെ വെലോസിറ്റി. വിഒ മിനിമം ഓർബിറ്റിൽ ഉള്ള വെലോസിറ്റി മിനിമം എന്നല്ല അതിന്റെ അർത്ഥം, ഓർബിറ്റ് മിനിമം. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ശ്രദ്ധിച്ചോ, ഞാൻ എഴുതുന്നുണ്ട്. മിനിമം ഓർബിറ്റൽ വെലോസിറ്റി. അവിടെ കോമ വരുന്നത് ഇവിടെയാണ്. ഇവിടെ കോമ ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? മിനിമം ഓർബിറ്റൽ വെലോസിറ്റി മിനിമം എന്നല്ല അതിന്റെ അർത്ഥം, ഓർബിറ്റ് മിനിമം. വെലോസിറ്റി കൂടുതലാണ്, വെലോസിറ്റി മിനിമം അല്ല, മാക്സിമം വെലോസിറ്റി ആണ്. ഒരു സാറ്റലൈറ്റ് ഏറ്റവും അടുത്തൂടെ കറങ്ങുമ്പോഴാണ് ഭയങ്കര സ്പീഡ്, ദൂരെ കൂടെ പോകുമ്പോൾ പെതുക്കെ കറങ്ങും, അടുത്ത് വരുമ്പോൾ സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം വെലോസിറ്റിയാണ്, ഓർബിറ്റ് മിനിമം ആണ്. അതുകൊണ്ട് ഓർക്കുക, മിനിമം ഓർബിറ്റിലെ വെലോസിറ്റി മിനിമം. അപ്പൊ ഇതിന്റെ വാല്യൂ, ജിയുടെ വാല്യൂ 9.8, റേഡിയസ് ഓഫ് ദ എർത്ത് 6400. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന്റെ ആൻസർ 7.92 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഈ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ്, ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും പറയുന്നു, ഈ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് മിനിമം ഓർബിറ്റൽ വെലോസിറ്റി. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയും, ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. റൂട്ട് ജി ആർ ഓർക്കുക. ഒറിജിനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് ആർക്കുള്ള വെലോസിറ്റിയാണ്? നമ്മൾ അപ്പുറത്ത് എഴുതിയത് ആർക്കുള്ള വെലോസിറ്റി? മിനിമം ഓർബിറ്റിലെ വെലോസിറ്റി മാത്രമാണ് റൂട്ട് ജി ആർ. നോർമലി ഓർബിറ്റൽ വെലോസിറ്റി is given by root of gr square divided by small r, or it is root of gr square divided by r plus h. ഓർബിറ്റ് മിനിമം ആണെങ്കിൽ ആ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് മിനിമം ഓർബിറ്റൽ വെലോസിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ജി ആർ, ദാറ്റ് ഈസ് ഈക്വൽ 7.92 കിലോമീറ്റർ പെർ സെക്കൻഡ്, and it is also called first cosmic velocity. Minimum orbital velocity, or it is also called first cosmic velocity. ഒരു കാര്യം കൂടെ നമ്മൾ അവിടെ ചോദിക്കുന്നു, ഈ മിനിമം ഓർബിറ്റിലൂടെ കറങ്ങുമ്പോൾ അവന്റെ പീരീഡ് എത്രയാണ്? മിനിമം ഓർബിറ്റിലൂടെ കറങ്ങുമ്പോൾ അവൻ ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ് നമ്മൾ മിനിമം എന്ന് പറയുന്ന പീരീഡ്. വാട്ട് ഇസ് ദ പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഇൻ മിനിമം ഓർബിറ്റ്? അത് മറന്നു കളയരുത്. മിനിമം ഓർബിറ്റിലെ ടൈം പീരീഡ് എത്രയാണ്? അവന് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2πr ഡിവൈഡഡ് ബൈ വിഒ മിനിമം. ഇതിലെ കൂടെ കറങ്ങുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് വിഒ മിനിമം. ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2πr ഡിവൈഡഡ് ബൈ വിഒ മിനിമം. വിഒ മിനിമത്തിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് വരും, ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ റൂട്ട് ജി ആർ. ഈ ആറിനെ കൂടെ റൂട്ടിനകത്ത് എടുക്കുമ്പോൾ 2π റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആർ എന്ന് കിട്ടും. ശരിയല്ലേ? ആറിനെ കൂടി ഈ റൂട്ടിനകത്തോട്ട് കയറുമ്പോൾ അത് ആർ സ്ക്വയർ ആയി, ഒരാറും കൂടി ക്യാൻസൽ ആയി. അപ്പൊ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2π റൂട്ട് ഓഫ് ആർ ബൈ ജി. പഠിച്ചു വെക്കണം, എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചു വെക്കുക. ഇതിന് നമ്മൾ പറയും ഇതിന്റെ അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് ആർ ബൈ ജി. ഇതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് 2ന്റെയും പൈന്റെയും ആറിന്റെയും ജിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൽ ദിസ് ഈസ് ഈക്വൽ ടു 84.6 മിനിറ്റ്സ് എന്ന് കിട്ടും. 84.6 മിനിറ്റ്സ്.
അതും കൂടെ പറ്റിയാൽ പഠിച്ചു വയ്ക്കുക. ഇത് നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സ്പീഡിൽ ഇത് പറഞ്ഞുതരാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. What is orbital velocity? It is a velocity with which a satellite is revolving around the Earth. In an orbit is called orbital velocity. Obtain an expression for the orbital velocity or derive an equation for the orbital velocity. പടം വരച്ചു വയ്ക്കുക. When the satellite is revolving in that orbit of radius smaller, the necessary centripetal force is required. That necessary centripetal force is provided by gravitational force. That is mv0 square by r is equal to gm by r. v0 യുടെ വാല്യൂ ഇത് കിട്ടി. അതിനാണ് നമ്മൾ v0 is root of gr square by r or is root of gr square divided by r plus h. ഇത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പറയണം ഈ കറങ്ങുന്ന സാറ്റലൈറ്റിന്റെ അടുത്തൂടെ കറങ്ങുമ്പോൾ ആ ഓർബിറ്റിന് പറയുന്ന പേരാണ് മിനിമം ഓർബിറ്റ്. കാരണം വീണ്ടും ഇവൻ അടുത്തേക്ക് വന്നാൽ എർത്തിനകത്ത് ഇടിക്കും. But when the satellite is very close to the surface of Earth, then that orbit is called minimum orbit. Velocity in that minimum orbit is called minimum orbital velocity, which is the root of gr. എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്കറിയാം. At a value 7.92 km per second, and this is called minimum orbital velocity, or it is also called first cosmic velocity. Then what is the time period of a satellite in that orbit? Minimum orbital time period. The time period is equal to 2 pi r divided by VO minimum, which is root 2 pi in root of r by g. The value of that time period is equal to 84.6 minutes or 2 pi in root of r by g. ഇത് നമുക്ക് പിന്നീട് വേറെ ഒന്നിൻ്റെ സ്ഥലത്ത് ആവശ്യം വരും. അവിടെ വരുമ്പോൾ ഞാനത് പറയാം. തൽക്കാലം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മൾ ഏകദേശം ഇനി ഒരു ക്ലാസ് കൂടെ ആകുമ്പോൾ നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.